ഹലോ എവ്രിവൺ. SSC CGL 2025 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ SSC CGL 2025 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പരീക്ഷ 2025 ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു വഴി എന്താണ്, നിങ്ങൾ എന്തൊക്കെ എഫേർട്ടാണ് ഇടേണ്ടത്, പിന്നെ നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളാണ്, എനിക്ക് എത്രത്തോളം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കുക. മാത്രമല്ല, ശരിയായ ഒരു പാത്ത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസുകൾ വർക്കുകളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു SSC CGL പരീക്ഷ 2025 സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, പോസ്റ്റുകൾ, ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത്. പിന്നെ സാധാരണയായിട്ട് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ പരീക്ഷയെ പറ്റി എത്ര നാൾ പഠിച്ചാൽ എനിക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും, എത്ര സമയം ഒരു ദിവസം പഠിക്കണം, ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് കിട്ടുമോ, അത്രത്തോളം കോമ്പറ്റീഷൻ ഇല്ല, ഇത്ര കട്ട് ഓഫ് വരുമോ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നതാണ്. അതുപോലെ CGL പരീക്ഷയെ പറ്റി, ഈ ഒരു പരീക്ഷയെ പറ്റി അതിൻ്റെ വേക്കൻസീസ് എത്രത്തോളം നമുക്ക് 2025 എക്സ്പെക്ട് ചെയ്യാം, പിന്നീട് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് പരീക്ഷയുടെ ഒരു പാറ്റേൺ വരുന്നത്, അതുപോലെ കട്ട് ഓഫ് എത്രത്തോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വർഷത്തെ കമ്പയർ ചെയ്യുമ്പം, അതുപോലെ സിലബസ്, എന്താണ് സിലബസ്, പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സിലബസിൻ്റെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് നമുക്ക് നോക്കാം, ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഇതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വെറുതെ ഈ പരീക്ഷയുടെ സിലബസ് ഇതാണ്, ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്നല്ല, ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ സീരിയസ് ആയിട്ട് 2025 CGL പരീക്ഷ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ. ഈ ഒരു 6 മാസത്തിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഈ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ടും മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾ തയ്യാറെടുക്കണോ വേണ്ടയോ എന്ന് കൂടെ തീരുമാനിക്കാൻ ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ആദ്യത്തെ ചോദ്യമാണ്, SSC CGL പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മറ്റേതൊക്കെ പരീക്ഷയ്ക്ക് അത് ഉപകരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്തിന് പ്രിപ്പയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കേരള PSC പരീക്ഷകളുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷ വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വരുന്നുണ്ട്, SSC റെയിൽവേ പോലെയുള്ള പരീക്ഷകൾ വരുന്നുണ്ട്, അതുപോലെ ബാങ്ക് എക്സാംസ് വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ജോലികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലേക്കോ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ SSC CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, SSCയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മറ്റേതൊക്കെ പരീക്ഷയ്ക്ക് അത് ഉപകരിക്കും എന്നൊരു ചോദ്യമുണ്ട്. അപ്പം CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ എല്ലാ പരീക്ഷകൾക്കും അത് യൂസ്ഫുൾ ആകുന്നത് തന്നെയാണ് പറയേണ്ടത്. കാരണം നിങ്ങൾക്കറിയാം, SSCയുടെ CGL പരീക്ഷ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, SSCയുടെ പരീക്ഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ക്ലിയർ ചെയ്യാൻ അത്രയും ടഫസ്റ്റ് കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ SSC CGL എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ SSCയുടെ CHSL, MTS, അതുപോലെ CPO തുടങ്ങി SSCയുടെ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് ഈ വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാനും എഴുതാനും പറ്റും. നിങ്ങൾ സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ CGL കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഈ വർഷം വരുന്ന CGL, അതിൻ്റെ കൂടെ തന്നെ CHSL, MTS, CPO തുടങ്ങി SSCയുടെ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേ മാതൃകയിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിച്ചു വരേണ്ടത്. ഇത് മാത്രമല്ല, RRBയുടെ പരീക്ഷകളുണ്ട്, റെയിൽവേയുടെ പരീക്ഷയുണ്ട്, RRBയുടെ NTPC പരീക്ഷ വരുന്നുണ്ട്, ഗ്രൂപ്പ് D പരീക്ഷ വരുന്നുണ്ട്. ഒരുപാട് പരീക്ഷകൾ RRBയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഈ RRB NTPCയുടെ പരീക്ഷയ്ക്കും ഇത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചാൽ മതി. NTPC വരുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള 3 സബ്ജക്റ്റ് ആവശ്യമുണ്ട്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാറ്റി, ചില വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആധാരമായിട്ട് NTPC കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ NTPCയുടെ പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരൊറ്റ പ്രിപ്പറേഷൻ മതി നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു വഴിക്ക്. ആ വഴി കറക്റ്റ് ആയിരിക്കണം. ചുമ്മാതെ റാൻഡമായിട്ട് അവിടെ എവിടെയും പഠിച്ചു, ചില ദിവസം പഠിച്ചില്ല, കറക്റ്റായിട്ട് സിലബസ് കവർ ചെയ്തില്ല, കറക്റ്റായിട്ട് മോക്ക് എക്സാം എഴുതിയില്ല, ഇങ്ങനെ പല മിസ്റ്റേക്സ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും, ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എക്സാം ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി 2025 CGL പരീക്ഷയ്ക്ക് നമ്മൾ എത്രത്തോളം വേക്കൻസി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പലപ്പോഴും പലരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് വേക്കൻസിയാണ് എല്ലാവർക്കും മുമ്പിലുള്ളൊരു ചോദ്യം. എത്ര വേക്കൻസി ഉണ്ട്? 1,00,000 വേക്കൻസി ഉണ്ടോ? 1000 വേക്കൻസി ആണോ? 10,000 വേക്കൻസി ആണോ? ഇങ്ങനൊരു ചോദ്യം എല്ലാവരുടെയും മുമ്പിലുണ്ട്. കാരണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് അത് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ 2025 CGL വേക്കൻസീസിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രത്തോളം വേക്കൻസി ആണെന്ന് നമുക്ക് ആസ് ഓഫ് നൗ പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പല ഫാക്ടേഴ്സും, കുറച്ചുകൂടി സമയം കഴിഞ്ഞ് വേക്കൻസി
വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നതിന് ശേഷവും മറ്റു ചില പോസ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനലി ഒരു വേക്കൻസി എത്രയാണെന്ന് പറയാൻ പറ്റും. എന്നാലും നമുക്ക് എന്തായാലും ഒരു 10,000 റേഞ്ചിലുള്ള വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. 10,000-ത്തിനടുത്ത് വരുന്ന ചിലപ്പം ഏറ്റവും മിനിമമായ ഒരു 8,000 വേക്കൻസി എന്തായാലും ഏറ്റവും മിനിമം പറയുന്ന 8,000 വേക്കൻസി മുതൽ ചിലപ്പോൾ 10,000 ആവാം, അല്ലെങ്കിൽ 12,000 ആവാം, 15,000 ആവാം, ഇങ്ങനെ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ മിനിമം ഒരു 8 to 10 റേഞ്ചിൽ വേക്കൻസി 8,000 10,000 റേഞ്ചിലുള്ള വേക്കൻസീസ് 2025 CGL പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേക്കൻസി എക്സാക്റ്റ് ആയിട്ടുള്ള അറിയണമെങ്കിൽ ഇനിയും ഏതൊക്കെ സെപ്പറേറ്റ് പോസ്റ്റുകൾ ഇതിലേക്ക് ആഡ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടാലേ നമുക്ക് ഫൈനലി ഏകദേശമെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു വേക്കൻസി പറയാൻ പറ്റും. അപ്പോൾ ഒരു റാൻഡം ആയിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 10,000-ത്തിനടുത്ത് വരുന്ന വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ 2024 ലാസ്റ്റ് ഇപ്പം നടന്ന പരീക്ഷ നിങ്ങൾക്കറിയാം. 2024 പരീക്ഷ നടന്നപ്പം 18,000-ത്തിനടുത്ത് വരുന്ന വേക്കൻസീസ് ആയിരുന്നു. 18,000-നടുത്ത് വരുന്ന വേക്കൻസീസ് ഉണ്ടായിരുന്നു. 17,000 സംതിങ് ആയിരുന്നു വേക്കൻസീസ്. 18,000 അപ്രോക്സിമേറ്റ്ലി 18,000-ത്തിനടുത്ത് വരുന്ന വേക്കൻസീസ്. അപ്പം 2024 എങ്ങനെയാണെങ്കിലും ഒരു 10,000 റേഞ്ചിലുള്ള വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 18,000 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസിയാണ്, നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേക്കൻസീസ് ഒരു പക്ഷേ ഇല്ലെങ്കിൽ പോലും 10,000 വേക്കൻസീസിനടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം 2025 പരീക്ഷയ്ക്ക്. ഇനി ഏതൊക്കെ പോസ്റ്റാണ് SSC CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ജോലിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് ഒരു ചോദ്യമുണ്ട്. പല ആൾക്കാരും അവരിഷ്ടപ്പെടുന്ന ചില പോസ്റ്റുകളുണ്ട്. ചിലർ ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചിലർ കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചിലർ AO ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ പല പല പോസ്റ്റുകളിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജോബ്സ് SSC CGL വഴി അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് SSC CGL എക്സാം ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകളും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഉണ്ട്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ CAG-യിൽ വരുന്നതാണ്. അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ഉണ്ട്, അതുപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്. അസിസ്റ്റന്റ് ഉണ്ട്, എല്ലാ മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റ്സിലും ഓർഗനൈസേഷൻസിലുമായിട്ട് വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്, അതുപോലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട് CBI-യിൽ, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, JSO ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 3, ഓഡിറ്റർ, അക്കൗണ്ട്, ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇങ്ങനെ വരുന്ന പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന. ഇങ്ങനെ വരുന്ന ഗ്രൂപ്പ് B അല്ലെങ്കിൽ ഗ്രൂപ്പ് C പോസ്റ്റുകളാണ് SSCയുടെ CGL പരീക്ഷ ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതാണോ ഏറ്റവും കൂടുതൽ മാർക്കുകൾ, മാക്സിമം മാർക്കുകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ SSC CGL എക്സാമിന് ടയർ 2 എക്സാം കഴിയുമ്പോൾ മാക്സിമം സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഹയർ പേ ലെവലുള്ള ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പോസ്റ്റുകളെ പറ്റി ഇത്രയും പോസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച്, നിങ്ങൾ എക്സാമിന് സ്കോർ ചെയ്യുന്ന മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഇനി സാലറി എത്രയാണ്, ഈ ഒരു കാര്യമാണല്ലോ എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എത്രത്തോളം സാലറി കിട്ടും? CGL എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബാണെന്ന് പലപ്പോഴും പറയുമ്പോഴും അവിടെ എത്ര സാലറി കിട്ടും, എത്രയാണ് എൻ്റെ ഒരു സാലറി? ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പോസ്റ്റുകളിലേക്ക് കയറാൻ വെറും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് SSCയുടെ CGL പരീക്ഷ, അല്ലേ? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടാവുന്ന പരീക്ഷയാണ് SSCയുടെ CGL. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്, പല പേ ലെവലുള്ള പല പോസ്റ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പല പേ ലെവൽ വരുന്ന പല പോസ്റ്റുകൾക്കും വരുന്ന സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ AO പോസ്റ്റ് പേ ലെവൽ 8 വരുന്നതാണ്. ബേസിക് പേ 47,600 ആണ്. അതിൻ്റെ കൂടെ 50% ബേസിക് പേയുടെ 50% കൂടെ ആഡ് ചെയ്ത് അപ്രോക്സിമേറ്റ് DA 23,800 ആഡ് ചെയ്യുന്നു. അതുപോലെ HRA ഹൗസ് റെന്റ് അലവൻസ് എക്സ് ടൈപ്പ് സിറ്റി, എക്സ് ടൈപ്പ് സിറ്റി ആണെങ്കിൽ 30% ഓഫ് ബേസിക് പേ ആണ് അവിടെ HRA വരുന്നത്. അതായത് ഹൗസ് റെന്റ് അലവൻസ് സിറ്റി അനുസരിച്ചിട്ടാണ്. കുറേ പേർക്കെങ്കിലും അറിയാം, സിറ്റീസ് ടൈപ്പ് ഓഫ് സിറ്റീസ് പല 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എക്സ് ടൈപ്പ് സിറ്റി, Y സിറ്റി, Z സിറ്റി, ഇങ്ങനെ 3 കാറ്റഗറി അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നത്. എക്സ് സിറ്റി ആണെങ്കിൽ 30%, 30% ഓഫ് ബേസിക് പേ ആയിരിക്കും വരുന്നത്. Y സിറ്റി ആണെങ്കിൽ 18%, Z സിറ്റി ആണെങ്കിൽ 10%. അപ്പോൾ ഹൗസ് റെന്റ് അലവൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് സിറ്റിയിൽ വരുന്ന പിന്നെ ഹൗസ് റെന്റ് അലവൻസ് ആണ് 14,250 അപ്രോക്സിമേറ്റ്ലി. അങ്ങനെ ബാക്കിയുള്ള എല്ലാ അലവൻസുകളും കൂടെ ആഡപ്പ് ചെയ്ത് ഫൈനൽ വരുന്ന എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് 1 ലക്ഷത്തിൽ പുറത്ത് വരുന്നൊരു വേക്കൻസിയാണ്, 1 ലക്ഷത്തിൽ പുറത്ത് വരുന്നൊരു സാലറിയാണ് ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് വരും, തീർച്ചയായിട്ടും മറ്റ് ഡിഡക്ഷൻസും കൂടെ വരും. എന്നാലും ആ ഗ്രോസ് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷത്തിൽ പുറത്ത് വരുന്നൊരു എമൗണ്ട് ആണ് ഇനിഷ്യലി തന്നെ പേ ലെവൽ 8 കിട്ടുന്നൊരു സാലറി എന്ന് പറയുന്നത്.
പറയുന്നത്. ഇൻ ഹാൻഡ് കിട്ടുന്നതല്ല, ഇതിൽ നിന്ന് ഡിഡക്ഷൻസും കൂടെ വരുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്ക് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് വിത്ത് അലവൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ പേ ലെവൽ 7 ആണെങ്കിൽ നിങ്ങൾക്ക് 95,000 ഏകദേശം 96,000 രൂപയ്ക്ക് അടുത്ത് സാലറി വരുന്നുണ്ട്. അതുപോലെ പേ ലെവൽ 6 വരികയാണെങ്കിൽ 76,811. അതുപോലെ ഏറ്റവും മിനിമം സാലറി തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 55,000 വരുന്ന 56,000 വരുന്ന പേ ലെവൽ 4 വരുന്ന പോസ്റ്റിന് പോലും 56,000 അടുത്താണ് ഇതിൻ്റെ ഒരു സാലറി വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്തുമാത്രം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കേജാണ്. ഇപ്പോഴത്തെ ഒരു സാലറി പാക്കേജ് അനുസരിച്ചിട്ടാണ് പുതിയ പേ കമ്മീഷൻ വരുന്നതനുസരിച്ചിട്ട് ഇതിനകത്തുനിന്ന് വീണ്ടും മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾ നേരിട്ട് ജോബിൽ കയറുമ്പോൾ തന്നെ CGL ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ നേരിട്ട് കയറുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാലറിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് SSC CGL പരീക്ഷ, ആ പോസ്റ്റിൻ്റെ പ്രത്യേകത. മാത്രമല്ല അവിടുന്ന് ഡ്രോ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സാലറി, ഇക്കാര്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. ഇനിയും ഈ 2025 നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം കലണ്ടർ ഇപ്പോഴേ വന്നിട്ടുണ്ട്. CGL പരീക്ഷയുടെ മാത്രമല്ല ഒരു കൂട്ടം പരീക്ഷയുടെ എക്സാം കലണ്ടർ ഇപ്പോഴേ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ എക്സാം കലണ്ടർ പ്രകാരം നോട്ടിഫിക്കേഷൻ CGL 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഏപ്രിൽ 22 ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 22 മുതൽ ആ ഒരു മാസം നെക്സ്റ്റ് വരുന്ന ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഡേറ്റ് ജൂൺ ജൂലൈ ഈ മാസങ്ങളിലാണ് നമുക്ക് പരീക്ഷ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സമയം നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2ാമത്തെ മാസമാണ്. 6ാമത്തെയും 7ാമത്തെയും മാസങ്ങളിലാണ് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഒരു 6 മാസം, കഷ്ടിച്ച് 6 മാസം അല്ലെങ്കിൽ 5 to 6 months എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 5 മുതൽ 6 മാസം വരെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 5 to 6 months ആണ് നമുക്ക് ടയർ 1 പരീക്ഷയ്ക്കുള്ളത്. 1ാമത്തെ സ്റ്റേജ് പരീക്ഷയ്ക്ക് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം പീരീഡ് ഉണ്ട്. ഈ പീരീഡിൽ ക്ലിയർ പ്ലാനോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇത് കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് 6 മാസം കൊണ്ട് എനിക്ക് പറ്റുമോ, എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ തുടങ്ങണോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ? ഈ ഒരു ചോദ്യം ഒരുപാട് പേര്, നിങ്ങൾ പല ആൾക്കാരും പല തരത്തിലും ഉന്നയിക്കുന്നൊരു കാര്യമാണ്. ഞാൻ തുടങ്ങണോ, ഇനിയുള്ള 5 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് എനിക്ക് ടയർ 1 പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു 6 മാസത്തോളം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ചോദ്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരും. കാരണം നിങ്ങൾക്ക് ഈ പരീക്ഷ SSC CGL റിയലി നിങ്ങൾക്ക് ഈ ഒരു ജോബ് വേണമോ വേണ്ടയോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ജോബ് നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. കാരണം എന്താണെന്ന് പറയാം. CGL ഞാൻ പറഞ്ഞു, SSC CGL പരീക്ഷ വളരെയധികം കോമ്പറ്റീഷൻ നേരിടുന്നൊരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു പരീക്ഷ, ഏതോ ഒരു പരീക്ഷ പഠിക്കുന്നത് പോലെ ഇതും ഒന്ന് നോക്കിക്കളയാം എന്ന ചിന്തയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും പ്രിപ്പയർ ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ SSC CGL പരീക്ഷ ഞാൻ മനസ്സിലാക്കി, ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് എനിക്ക് വേണം, അതിലുള്ള ചില പോസ്റ്റുകൾ എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ ജോബ് കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോബ് കിട്ടണമെന്ന് നന്നായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഇനിഷ്യലി ചിലപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും ഒരു CBI ഇൻസ്പെക്ടറോ ഇൻകം ടാക്സ് ഓഫീസറോ ഒക്കെ ആവാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവൂ. ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയും നിങ്ങൾക്ക് മോട്ടിവേഷനും എല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും. അല്ല, നിങ്ങൾ പേരിന് വേണ്ടി ഏതോ ഒരു പരീക്ഷയ്ക്ക് കോച്ചിങ് എടുക്കുന്നു, ഏതോ ഒരു പരീക്ഷയ്ക്ക് ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ അത്രത്തോളം നല്ല കോമ്പറ്റീഷൻ നേരിടുന്ന നല്ലൊരു പരീക്ഷയാണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമോട്ട് പോകുന്നതല്ല വേണ്ടേ. കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഈ പരീക്ഷ കിട്ടില്ല എന്നല്ല അർത്ഥം. കോമ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടാമെന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ CGL വഴിയുള്ള ചില പോസ്റ്റുകളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റിയലി നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഊർജ്ജം തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിയലി ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നൊരു കാര്യമാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. ഇനി 2ാമത്തെ ചോദ്യം, ക്യാൻ ഐ ക്ലിയർ ദ എക്സാം ഇൻ 6 months? 6 മാസം കൊണ്ട് എനിക്ക് ഈ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് 6 മാസം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, അല്ലെ 5 മാസം എൻ്റെ മുമ്പിലുള്ളൂ, എനിക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ.
നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം SSC CGL ബേസിക് സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. 1 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 2 റീസണിങ്, 3 ഇംഗ്ലീഷ്, 4 GK ജനറൽ അവയർനെസ്. ഇപ്പോൾ ഈ 4 സബ്ജക്ട്സും പഠിക്കണം. ഓരോന്നിനും ഈക്വൽ വെയിറ്റേജ് ആണ്. 25 ചോദ്യങ്ങളാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ഉള്ളത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ചിലപ്പം ഡിഗ്രി കഴിഞ്ഞ ഒരാളായിരിക്കും. മോസ്റ്റ്ലി ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അവരായിരിക്കുമല്ലോ CGL പരീക്ഷയെ പറ്റി നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ +2 വരെ പഠിച്ചു അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? ബേസിക്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച ഒരാളാണോ, അല്ലെങ്കിൽ വെറുതെ പേരിന് വേണ്ടി എങ്ങനെയൊക്കെയോ +2 പാസ്സായ ആളാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രോപ്പർലി ഒരു നല്ല ബേസ് ഉള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ പരീക്ഷ കുറേയും കൂടി കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് ഞാൻ പറയും. അല്ല, ഈ ബേസിക്സ് ഒന്നും ഇല്ലാത്തവർ ആ ബേസിക്സ് കവർ ചെയ്യാനുള്ള സമയം കൂടി എടുക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഇതാണ് കൃത്യമായൊരു ഉത്തരം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ്, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നല്ല വൊക്കാബുലറി, നല്ല വൊക്കാബ്സ് ഒക്കെ ഉള്ള ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്കിൽ ഉണ്ടാവും. അത്യാവശ്യം വൊക്കാബുലറി അറിയാം, ഗ്രാമർ പാർട്ടൊക്കെ അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അവർക്ക് കുറച്ചുകൂടി ഉണ്ടാവും. പെട്ടെന്ന് സോൾവ് ചെയ്യാനും പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ടാവും. നമ്പേഴ്സുമായിട്ട് അവർക്കൊരു വേ ഉണ്ടാവും. മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് മാത്സ് കുറേയും കൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ഇനി റീസണിങ്ങും ലോജിക്കൽ കാര്യങ്ങളാണ്, അത് കൂടുതൽ ആൾക്കാർക്കും വളരെ എളുപ്പം തന്നെയായിരിക്കും. പിന്നെ GK ആണ് കുറേയെങ്കിലും എഫോർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഈ കൂട്ടത്തിൽ എക്സ്ട്രാ വരുന്ന എഫോർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാര്യം GK ആണ്. ബാക്കി 3 കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഫൗണ്ടേഷൻ്റെ പുറത്താണ് നിങ്ങൾ ഇനി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ പുറത്താണ്. അത്യാവശ്യം മാത്സ് എളുപ്പമാണെന്ന് തോന്നുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അതുപോലെ പെട്ടെന്ന് മാത്സ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ മാത്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. മാത്സ് പ്രോബ്ലംസും മൾട്ടിപ്ലിക്കേഷൻ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ പാർട്ട് QA റീസണിങ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റെഡി ആവാൻ പറ്റും. അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് റെഡി ആവാൻ പറ്റും. അതിന് ഒരുപാട് സമയം ചിലപ്പോൾ ഒരുപക്ഷെ എടുക്കുന്നു വരത്തില്ല. ഇംഗ്ലീഷ് അതുപോലെയാണ്. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പാർട്ടൊക്കെ നമ്മൾ നിങ്ങൾക്ക് പഠിച്ചു വന്ന സമയം മുതലേ അത്യാവശ്യം നല്ല വൊക്കാബ്സ് ഉണ്ട്, അത്യാവശ്യം ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളെ വലുതായിരിക്കും ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നന്നായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ 6 മന്ത്സിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയേക്കാം. GKക്ക് നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് ബാക്കിയുള്ളതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയേക്കാം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് മാത്സ് കൃത്യമായിട്ട് അറിയില്ല, മാത്സ് നന്നായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്, അതുപോലെ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷേ ഈ 6 മന്ത്സിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം. കാരണം ഇത് ഒന്നും അറിയാത്തവർ, നിങ്ങൾ +2 വരെ പഠിച്ച നിങ്ങളുടെ ബേസ്, അതായത് നിങ്ങൾ പഠിച്ചപ്പം ചിലപ്പം സയൻസ് സബ്ജക്ട്സ് പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ടാണ് മനസ്സിലാക്കിയാണ് വന്നതെങ്കിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയും ഈ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കാൻ തന്നെ നിങ്ങൾക്ക് ഒരു 6 മന്ത്സ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരും. അതായത് ബേസിക്സും ഫൗണ്ടേഷനും ഉണ്ടാക്കാനെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ 6 മാസം എടുക്കും. അതിനുശേഷം വരുന്ന പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് 6 മുതൽ 1 വർഷം വരെ നിങ്ങൾ എടുത്തേക്കാം ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനപ്പുറം 1 to 2 years നിങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം. ഡിപ്പെൻസ്, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്റ്റേജ് 1 മാത്രമാണ് ആദ്യം വരുന്നത്, 6 മാസത്തിനുള്ളിൽ വരുന്ന സ്റ്റേജ് 1 ആണ്. അതിനുശേഷം സ്റ്റേജ് 2 പരീക്ഷയുണ്ട്. അങ്ങനെ പല ലെവൽസ് ഓഫ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ആ 6 മന്ത്സിൽ നമുക്ക് വരുന്ന CBT 1 ക്ലിയർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ എബിലിറ്റി ഉള്ള ആളാണ്. ഞാൻ വളരെ നന്നായിട്ട് മാത്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷേ കറക്റ്റായിട്ടുള്ള മെത്തേഡ് അറിയണം, എങ്ങനെ പഠിക്കണം എന്നുള്ള മെത്തേഡ് അറിയണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള മെത്തേഡ് അറിയണം. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്, എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, മാത്സ് ഒക്കെ പഠിക്കാൻ പറ്റും, റീസണിങ് പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഈ വർഷത്തെ CGL ക്ലിയർ ചെയ്യും. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമല്ല, നിങ്ങളുടെ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ 5 വർഷം എടുത്തേ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 3 വർഷം എടുത്തേ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നല്ല.
ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ എബിലിറ്റി ഡിപ്പെൻഡ് ചെയ്താണ്. അതപ്പം ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇനി അതുപോലെ ദിവസം എത്ര നേരം പഠിക്കണം എന്ന് ചോദിക്കാറുണ്ട്. CGL എക്സാം വളരെ ടഫർ പരീക്ഷയാണല്ലോ. അപ്പോൾ എത്ര നേരം പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും, CGLൻ്റെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും, 2025 CGL ടയർ 1 എങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിൽ ദിവസം എത്ര നേരം പഠിക്കണം? നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ എബിലിറ്റി ഉള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ എല്ലാ സബ്ജക്ട്സും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഇനി മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എത്രത്തോളം കൂടുതൽ ടൈം നിങ്ങൾക്ക് ഇതിലിടാൻ പറ്റുന്നു അത്രത്തോളം നല്ലത്. അപ്പോൾ അതൊരു റഫായിട്ടുള്ളൊരു പറച്ചിലാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ, നിങ്ങൾ ദിവസം ഒരു 8 to 10 hours ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയാവുക. 8 to 10 hours എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 8 മുതൽ 10 മണിക്കൂറെന്ന് ഞാൻ പറയുന്നു, അതല്ല, അതിനപ്പുറം പറ്റുന്നവർക്ക് അത് പറ്റും. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസവും ഒരു 8 to 10 hours നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവണം. വളരെ സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. കാരണം CGL എന്ന് പറയുന്ന പരീക്ഷയുടെ കോമ്പറ്റീഷൻ നിങ്ങൾക്കറിയാം, അത്രത്തോളം കോമ്പറ്റീഷൻ നേരിടുന്ന ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 8 to 10 hours പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടല്ലോ, 24 hours ഉണ്ടല്ലോ, ബാക്കി 14 മണിക്കൂറിൽ 6 മണിക്കൂർ എനിക്ക് ഉറങ്ങാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, എന്നിട്ട് 10 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഈസി അച്ചീവബിൾ ടാർഗറ്റ് ആണെന്ന് ചിലരെങ്കിലും ധരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ഓർക്കുക, ഈ 8 to 10 hours നിങ്ങൾ ഇനി വരുന്ന 6 months പഠിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനിയുള്ള 6 മാസവും 8 to 10 months വളരെ പ്രോപ്പറായിട്ട്, വെറുതെ എന്തെങ്കിലും പഠിച്ചു എന്നല്ല, 8 മണിക്കൂർ പഠിച്ചു എന്നല്ല, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ ഈ 8 to 10 hours എന്ന് പറയുമ്പോൾ ഒരു ദിവസം പഠിച്ചാൽ പോരാന്ന് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അതാണ് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷ എല്ലാ ആൾക്കാർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഇതിന് സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു വിൽ പവർ വേണം, അതിന് വേണ്ട മോട്ടിവേഷൻ വേണം, അതിന് വേണ്ട റിസോഴ്സസ് വേണം. നിങ്ങൾ എടുക്കുന്ന മെത്തേഡുകൾ, നിങ്ങൾ എടുക്കുന്ന വഴികളൊക്കെ കറക്റ്റായിട്ട് വന്നാലേ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ 2024 പരീക്ഷ ഏകദേശം 18,000-നടുത്ത് വരുന്ന ആൾക്കാർ വേക്കൻസീസ് മാത്രമാണുള്ളത്. 18,000-നടുത്ത് വരുന്ന അത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ ഉള്ളത്. ഏകദേശം ഇതിൻ്റെ 100 ഇരട്ടി, ഇതിനേക്കാളും ഏകദേശം പറഞ്ഞാൽ 18 ലക്ഷം ആൾക്കാർ ഈ പരീക്ഷ എഴുതിയതാണ്. 18 lakhs ഇത്രയും ആൾക്കാർ എഴുതിയിട്ട് അതിൽ നിന്ന് 18,000 ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1% ആൾക്കാർ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും പേരെ സെലക്ട് ചെയ്യുന്ന ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ ദിവസം 1 മണിക്കൂർ പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് 1 മണിക്കൂർ പഠിച്ചാൽ കിട്ടുമെന്ന് പറയില്ല. കാരണം അത് ഫോൾസ് ആയിട്ടുള്ള 1 മണിക്കൂറുടെ ക്ലാസ്സോ അല്ലെങ്കിൽ 2 മണിക്കൂറുടെ ക്ലാസ്സോ കൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് സാധ്യത വളരെ കുറവാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു ദിവസമല്ല, ഇനി വരുന്ന 6 മാസം നിങ്ങൾ അങ്ങനെ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ടയർ 1 എക്സാംസ് ഒരു തരത്തിലെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ അത് സാധിച്ചേക്കും. അപ്പോൾ എത്ര ദിവസം എത്ര നേരം പഠിക്കണം എന്ന് ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞു, 8 to 10 hours എങ്കിലും നിങ്ങൾ പഠിക്കാൻ റെഡിയാവുക. ആ പഠിക്കുന്നതിനെ തന്നെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, സബ്ജക്റ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യുക. ഇനിഷ്യലി പഠിക്കേണ്ടത് എങ്ങനെയാണ്, പിന്നീട് വരുത്തേണ്ട മാറ്റങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ ഞാൻ ഇനി വരുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് ഓക്കെ, എക്സാം പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് SSC CGLൻ്റെ എക്സാം പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയർ വണ്ണിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു ബേസിക് ഐഡിയ വേണ്ടേ. സ്റ്റേജ് 1 പരീക്ഷയാണ് ഇനി കഴിയുന്ന 5 മാസത്തിന് ശേഷം വരാൻ പോകുന്നത്. അപ്പോൾ ടയർ 1ൻ്റെ എക്സാം പാറ്റേൺ നോക്കിയാൽ 4 സബ്ജക്ട്സ് ആണ്. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. 25 ചോദ്യമാണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. 25 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 2 മാർക്കാണ് വരുന്നത്. അങ്ങനെ 50 മാർക്ക് ഒരു സബ്ജക്റ്റിൽ നിന്ന്. അങ്ങനെ ടോട്ടൽ വരുന്നത് എത്രയാണ്? ടോട്ടൽ 25 × 4 നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് വരും. 100 ക്വസ്റ്റ്യൻസിന് 200 മാർക്കാണ്. ഈ 100 ചോദ്യം ചെയ്യാൻ നമുക്ക് എത്ര സമയമുണ്ട്? 1 മണിക്കൂറേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. 1 hour ഉള്ളൂ. ഈ പരീക്ഷ എത്രത്തോളം ടഫാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് കിട്ടുന്ന സമയമാണ്. 60 മിനിറ്റിലാണ് നിങ്ങൾ 100 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 60 മിനിറ്റ്. ഇതാണ് ഈ പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. ഇനി നിങ്ങൾക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ കിട്ടിയ ഒരു പക്ഷേ ഈ പരീക്ഷ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തേക്കും. ഇവിടെ 1 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള സമയം. മാത്സ് 25 ചോദ്യം, റീസണിങ് 25 ചോദ്യം, ഇംഗ്ലീഷ്
25 ചോദ്യം, ജനറൽ അവയർനെസ് 25 ചോദ്യം. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് 6 മാസം പഠിക്കേണ്ടത്. കാരണം ഇതിൻ്റെ സിലബസ് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വെയിറ്റേജ് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഇനി 2024 പരീക്ഷ നടന്നപ്പം 200 മാർക്കിൽ എത്ര മാർക്ക് മേടിച്ചവർക്ക് മാത്രമാണ് ടയർ 1 കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയത്? 200 ഔട്ട് ഓഫ് 200 അല്ലേ? അപ്പോൾ അപ്രോക്സിമേറ്റ് 153 അടുത്താണ് വരുന്നത്. 150+ മാർക്കുകൾ മേടി. UR കാറ്റഗറിക്ക് 153 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. അതുകൊണ്ട് തന്നെ 153 ആ ഒരു സമയത്ത് ജനറൽ കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ്. OBCക്കും ബാക്കി എല്ലാ കാറ്റഗറിക്കും കുറച്ച് താഴോട്ട് വരും, മാർക്കുകൾ കുറവാണ്. പക്ഷേ ജനറൽ കാറ്റഗറിക്ക് 153 ആയിരുന്നു കട്ട് ഓഫ് വന്നതെന്ന് ആലോചിക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഒരു കട്ട് ഓഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ അടുത്ത വർഷം ഇനിയും നിങ്ങൾ നെക്സ്റ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വെക്കേണ്ട ടാർഗറ്റ് എങ്ങനെയാണെങ്കിലും ഇതിന് മുകളിൽ തന്നെയായിരിക്കും. ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പോയാലേ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ CGL പരീക്ഷയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം എന്നാ എയിം ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ ഞാനുള്ളൊരു കാര്യം നിങ്ങളോടിവിടെ പറഞ്ഞു. അപ്പോൾ ടയർ 1ൻ്റെ മാതൃക പറഞ്ഞു. ടയർ 2 വരുമ്പോൾ വ്യത്യാസമുണ്ട്, മാർക്കിനൊക്കെ വെയിറ്റേജ് വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ മാത്സ് നമ്മൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിനകത്ത് മാത്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പം മാത്സിൻ്റെ സിലബസ്, അതായത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് 2024 CGL ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ്. ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് ആവറേജ് ലെവലിൽ 25 ചോദ്യത്തിൽ എത്ര ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് ചോദിച്ചു എന്നുള്ള ഇതാണ് രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ടോപ്പിക്കുകൾ പെർസെൻറ്റേജ് 0.92 ക്വസ്റ്റ്യൻസ്, അതുപോലെ റേഷ്യോ, ഈ പെർസെൻറ്റേജ് റേഷ്യോ എല്ലാം ബേസിക് ടോപ്പിക്കുകളാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, മിക്സ്ചർ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, SI ആൻഡ് CI, ടൈം ആൻഡ് വർക്ക്. ഇങ്ങനെ നമുക്ക് ആദ്യം അരിത്തമെറ്റിക് പാർട്ട് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജ്, റേഷ്യോ, പാർട്ട്ണർഷിപ്പ്, മിക്സ്ചർ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ, അതുപോലെ നമ്പർ സിസ്റ്റം. പിന്നീട് അങ്ങോട്ട് അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളാണ് വരുന്നത്. അഡ്വാൻസ്ഡും അരിത്തമാറ്റിക്കും ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ മാത്സിലെ ടോപ്പിക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വെയിറ്റേജ് നിങ്ങൾക്ക് കാണാം. എത്രത്തോളം ചോദ്യം ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. അതനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമല്ലോ. അതുപോലെ അഡ്വാൻസ്ഡിൽ ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ആൽജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, DI, ഇത്രയാണ് നമ്മൾ ടയർ 1 പ്രിപ്പയർ ചെയ്യുന്നവർ ഇത്രയും ടോപ്പിക്കുകൾ നോക്കിയാൽ മതി. ഇതിൻ്റെ താഴെ ഞാൻ കോർഡിനേറ്റ് ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ഈ മൂന്നും ടയർ 2 വരുന്ന ടോപ്പിക്കുകളാണ്. ടയർ 2 നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ടയർ 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല മാത്സിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം ഇവിടെ ടൈം ഒരു വലിയ ഫാക്ടറാണ്. മാത്സ്, റീസണിങ് സബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. ഇല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മാത്സിൻ്റെ 2024 CGL ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടോപ്പിക്കുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് റീസണിങ് ആണ്. റീസണിങ്ങും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പം ചോദ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ പെർ ഷിഫ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ പെർ ഷിഫ്റ്റ് ആവറേജ് ലെവൽ ചോദിച്ചു. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡിംഗ്, ഡീകോഡിംഗ് 3.39 ആവറേജ് ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് നോക്കിയാൽ. അതുപോലെ മിസ്സിംഗ് ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, നമ്പർ സെറ്റ്, വെൻ ഡയഗ്രാം, അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ഒരുപാട് വെയിറ്റേജ് കൂടിയ ടോപ്പിക്കുകളും ഉണ്ട്. അതുപോലെ തന്നെ സിലോജിസം, വേർഡ് അനലോഗി, അതുപോലെ ഡൈസ്, മിറർ ആൻഡ് വാട്ടർ ഇമേജ്, പേപ്പർ കട്ടിങ്, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ആവറേജ് വെയിറ്റേജ് 2024 CGL എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. 2024 CGL എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ റീസണിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമുള്ള ടോപ്പിക് ആയിരിക്കും. എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ചിന്തിക്കുന്ന ചോദ്യം ഒരു ഏരിയ ആയിരിക്കും. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 25 ചോദ്യങ്ങൾ നിങ്ങൾ എത്ര ടൈമിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ 25 ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് എടുത്താൽ യാതൊരു കാര്യമില്ല. ഈ പരീക്ഷയ്ക്ക് യാതൊരു ഗുണവുമില്ല, യാതൊരു ബെനിഫിറ്റും നിങ്ങളെ സംബന്ധിച്ചില്ല. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കൊരു 15 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഓക്കെ എന്ന് പറയും. 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 15 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. 25 ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ്സ് ആണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയും ഒരു സ്കില്ലിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീസണിങ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റൂ. പലരും ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ എനിക്ക് എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാൻ അറിയാമോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളത് എത്ര സമയത്തിൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. അതുകൊണ്ട് തന്നെ അത് മാക്സിമം ചില ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ കോഡിംഗ്, ഡീകോഡിംഗ് പോലെയുള്ള ടോപ്പിക്കുകൾ, നമ്പർ സീരീസ് പോലെയുള്ള ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന
ഓഡ് വൺ ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ചില ടോപ്പിക്കുകളെങ്കിലും ഇതിനകത്ത് കോഡിങ് ഡീകോഡിങ് പോലെയുള്ള ചില ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ മാക്സിമം നമ്പർ സീരീസ് ആയിക്കോട്ടെ ഇതൊക്കെ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് ഉപയോഗിക്കണം. അല്ലാതെ ഈ ടോപ്പിക്ക് എനിക്ക് അറിയാമെന്ന് ചിന്തിക്കാൻ പാടില്ല. റീസണിങ് സബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് റീസണിങ് നമ്മുടെ ഒരു ടൈം കളയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പമായിരിക്കും, പക്ഷേ എളുപ്പമുള്ളൊരു ചോദ്യം നമ്മൾ ആരെങ്കിലും വിടുമോ? ഇല്ല, നമ്മളത് ചെയ്ത് എങ്ങനെയും ചെയ്യാം, എനിക്കിത് അറിയാവുന്നതാണെന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ സമയം പോകും. അങ്ങനെ സമയം പോവാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം ഇതിനകത്ത് നിന്ന് ചെയ്തു പോവുക എന്നൊരു കാര്യമാണ് റീസണിങ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയും നമുക്ക് അടുത്ത നോക്കാനുള്ളത് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. എല്ലാവരും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് കണ്ടന്റ് പഠിക്കണം. ബാക്കിയുള്ള മൂന്നും നമുക്ക് എളുപ്പത്തിൽ, ഇപ്പം ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് ഗ്രാമറും പഠിച്ച് കുറച്ച് വൊക്കാബുലറിയും പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരുപാട് കണ്ടന്റ് പഠിക്കേണ്ടതാണ്. ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 25 മാർക്ക് അല്ലെങ്കിൽ 25 ചോദ്യങ്ങൾ 50 മാർക്ക് നമുക്ക് കിട്ടാവുന്നതാണ് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ വളരെ വാസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അല്ലാതെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നവരല്ല ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് സബ്ജക്റ്റുകളുണ്ട്. മൂന്നും ഇതിനകത്ത് ആവശ്യമാണ്. ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 4 മുതൽ 5 വരെ 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെങ്കിലും സയൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരു ബ്രഷപ്പ് ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യത്തിൽ വരുന്നുള്ളൂ. നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് മൊത്തത്തിലൊന്ന് ബ്രഷപ്പ് ചെയ്യുകയും ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. സയൻസ് പഠിച്ചവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അല്ല, സയൻസ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ടോപ്പിക്ക് പൊളിറ്റി 2.31 ആവറേജ് ഒരു ഷിഫ്റ്റിൽ 2ൽ കൂടുതൽ ചോദ്യങ്ങൾ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് പൊളിറ്റി. പക്ഷേ അതിനെപ്പറ്റി അറിയണം, കൃത്യമായിട്ട് അറിയണം. ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു ടോപ്പിക്കാണ്. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നീട് വരുന്ന ഹിസ്റ്ററി 4.25 ഓരോ ഷിഫ്റ്റിൽ ആവറേജ് നോക്കിയാൽ 4 ചോദ്യങ്ങൾ പുറത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ 4 ചോദ്യങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററി പഠിക്കേണ്ടത് ഒരുപാട് വാസ്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കണം, മിഡീവൽ ഹിസ്റ്ററി പഠിക്കണം, മോഡേൺ ഹിസ്റ്ററി പഠിക്കണം. ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ഒരുപാട് കിങ്ഡംസും ഒരുപാട് വർഷങ്ങളും ഒക്കെ കാണാതെ പഠിക്കാനും മനസ്സിലാക്കാനും ഹിസ്റ്ററിയിലുണ്ട്. അത്രയും മാർക്ക്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തായിരിക്കും. കാരണം ഹിസ്റ്ററി ഇത്രയും വാസ്റ്റായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല SSC CGL അല്ലെങ്കിൽ SSCയുടെ പരീക്ഷകളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ആവറേജ് ലെവൽ മാർക്ക് നമുക്ക് GK നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതായിരിക്കും SSCയുടെ പരീക്ഷകളെ സംബന്ധിച്ച് GK എളുപ്പം. അല്ലാതെ GKയുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതല്ല. അതുപോലെ ജോഗ്രഫി 2.97 3 ചോദ്യങ്ങൾക്ക് അടുത്ത് എല്ലാ ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ട്. ഏകദേശം 3 ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ ചോദിക്കുന്നുണ്ട്. ജോഗ്രഫിയും അത്യാവശ്യം വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നമ്പർ ഓഫ് വെയിറ്റേജ്, അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ എക്കണോമിക്സ് 2.58 ഉണ്ട്. 2.5 ചോദ്യങ്ങൾ ഒരു ഷിഫ്റ്റിൽ നിന്നുള്ള രീതിയിൽ അത്രത്തോളം വെയിറ്റേജ് ഈ എക്കണോമിക്സിന് വരുന്നുണ്ട്. ഇതും 2024 CGLയുടെ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇനി മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട 1.58 ഇതെല്ലാം സ്റ്റാറ്റിക് GKയിൽ വരുന്നതാണ്. മ്യൂസിക്, സ്പോർട്സ്, ഫെസ്റ്റിവൽസ്, ഡാൻസ് ഇതെല്ലാം സ്റ്റാറ്റിക് GKയിൽ വരുന്നതാണ്. അപ്പോൾ അതൊരു ആവറേജ് ലെവലിൽ നമുക്ക് നോക്കിയാൽ തന്നെ ഏതൊക്കെ ചോദ്യങ്ങൾ, എത്രത്തോളം ചോദ്യങ്ങൾ ഇതിനകത്ത് വെയിറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് തന്നെ 3.5 3.5 കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതേഴ്സ് ഇതൊന്നും അല്ലാത്ത ടോപ്പിക്കുകളെല്ലാം കൂടി 3.36 ഇതെല്ലാം കൂടെ നമുക്ക് സ്റ്റാറ്റിക് GK എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും ഇതെല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റേജ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പരീക്ഷയുടെ ഒരു വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക എന്ന് പറയുന്നത് CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം അവർക്ക് വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. GK മാത്രമല്ല, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻഡ് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ 25 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്നല്ല, അല്ലെങ്കിൽ 25 ചോദ്യങ്ങളും എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്നല്ല, അല്ലെങ്കിൽ 50 മാർക്കും എങ്ങനെ മേടിക്കാമെന്നല്ല നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമുക്ക് ഒരു 30 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്ക് മേടിക്കുന്ന ആളുടെ സ്കോർ എന്ന് പറയുന്നത് വളരെ നല്ല സ്കോറാണെന്ന് വേണമെങ്കിൽ പറയാം. GK സംബന്ധിച്ച് ഒരു 30-35 മാർക്ക് മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആൾക്കാർക്ക് 30-35 റേഞ്ച് 30 സ്കോർ മേടിക്കണമെങ്കിൽ നന്നായിട്ട് GK അറിയാവുന്നവർക്ക് ആ ഒരു സ്കോറിലേക്ക് തന്നെ എത്താൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക്
നമുക്കൊരു 25-30 റേഞ്ച് സ്കോർ ഉണ്ടാക്കാം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപക്ഷെ GK നമുക്ക് സ്കോർ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനി GK കഴിഞ്ഞ് നമുക്ക് ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. ജസ്റ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് വൊക്കാബുലറി വരുന്നുണ്ട്, മറ്റൊന്ന് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. വൊക്കാബുലറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ സിനോണിംസ്, അതായത് വേർഡ് മീനിങ്ങുകൾ വരുന്നുണ്ട്. വേർഡ് മീനിങ്ങുകൾ, സിനോണിംസ്, അതുപോലെ ആൻറ്റോണിംസ്. ഏകദേശം 2.5 ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റിൽ ചോദിക്കുന്നുണ്ട്. ആൻറ്റോണിംസും അതുപോലെ. അപ്പോൾ സിനോണിംസ് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന സിനോണിംസ്, വേർഡ്സ് മീനിങ്സ് നമ്മുടെ വൊക്കാബുലറി റെഗുലർ ആയിട്ട് ഡെയിലി ബേസിസിൽ ഇമ്പ്രൂവ് ചെയ്ത് വേണം പോകാൻ. കാരണം പെട്ടെന്ന് അവസാനത്തെ കുറച്ച് ദിവസം പഠിച്ചാൽ മാത്രം നമുക്ക് വൊക്കാബുലറി ഉണ്ടാവില്ല. മാത്രമല്ല ഇത് റിമൈൻഡ് ചെയ്യണം, നമ്മുടെ മെമ്മറിയിൽ ഇരിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അത് ഡെയിലി ടാർഗറ്റ് വെച്ച് പഠിക്കേണ്ട കാര്യമാണ് നമുക്കിവിടെ വൊക്കാബുലറി, അല്ലെങ്കിൽ നമുക്ക് വരുന്ന സിനോണിംസ്, ആൻറ്റണിംസ്, അതുപോലെ തന്നെ സ്പെല്ലിങ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇഡിയംസ്, ഇത്രയും നമ്മുടെ വൊക്കാബുലറി പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ദിവസവും ഒരു ടാർഗറ്റ് ബേസ് ചെയ്ത് ഇനിഷ്യലി മുതലേ പഠിച്ചു പോയാലേ നമുക്കിത് ഫൈനലി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് വരുന്ന ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള എറർ കറക്ഷൻ, എറർ ഡിറ്റക്ഷൻ, പാർട്സ് ഓഫ് സ്പീച്ച്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ക്ലോസ് ടെസ്റ്റ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ട്, ജംബിൾഡ് സെൻറ്റൻസ് ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രാമർ ബേസ് ചെയ്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് സിലബസ് എന്ന് നമുക്ക് CGL എക്സാമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 സബ്ജക്റ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. 4 സബ്ജക്റ്റ്, ഒന്ന് മാത്സ്, മറ്റൊന്ന് റീസണിങ്, മറ്റൊന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് GK. ഈ 4 എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ബേസിക് സിലബസ് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നിങ്ങൾ കൂടുതലും GKക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി ഇനിഷ്യലി ഉള്ളൊരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതായത് മാത്സും റീസണിങ്ങും ടോപ്പിക്കുകളിലൂടെ ആദ്യം കടന്നു പോവുക. അപ്പോൾ ആദ്യം മാത്സും റീസണിങ്ങും സ്ട്രോങ്ങർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിന് തന്നെ ആദ്യത്തെ ഒരു 3 months സ്പെൻഡ് ചെയ്യുക. മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും സ്ട്രോങ്ങർ ആക്കാൻ തന്നെ ഫസ്റ്റ് 3 months നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം GKയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ ബെറ്റർ. പാരലി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നവരാണ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ്, മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും നിങ്ങൾ ഒരു തരത്തിലെങ്കിലും സ്ട്രോങ്ങർ ആവണം. അത് ഫസ്റ്റ് റിക്വയർമെൻറ്റാണ്. അങ്ങനെ നിങ്ങൾ ഒരു വിധത്തിൽ സ്ട്രോങ്ങർ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫൗണ്ടേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലി മുതലേ GKക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തുടങ്ങാം. പക്ഷേ അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഇത് 3 നിങ്ങൾ പ്രോപ്പർലി റെഗുലർലി ചെയ്ത് ആദ്യത്തെ ഒരു 2 to 3 months നിങ്ങൾ റെഡി ആവേണ്ടത് വളരെ ആവശ്യമാണ്. അത് പിന്നീട് ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപക്ഷെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മാത്സ് ഒക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു എബിലിറ്റിയാണ്. അതിലേക്ക് വരാൻ അവസാന സമയം മാത്രം നോക്കിയാൽ പറ്റില്ല. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഈ ഒരു ബേസിക്സ് നിങ്ങൾ ക്ലിയർ ആക്കാൻ ആദ്യത്തെ ഒരു 3 months നിങ്ങൾ ടൈം കൊടുക്കുക. അതായത് ഫസ്റ്റ് നിങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ഒരു തവണ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. മാത്സ്, റീസണിങ് ഞാനിപ്പോൾ കാണിച്ചല്ലോ, പല ടോപ്പിക്കുകളും കാണിച്ചല്ലോ. സിലബസ് ബേസ്ഡ് ആയിട്ട് ബേസിക്കുകൾ നിങ്ങൾ ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് തിങ്. അതിനുശേഷം നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് വരിക. അവസാനത്തെ സ്റ്റേജിൽ മാക്സിമം മോക്ക് എക്സാംസ് ചെയ്യാനും ശ്രമിക്കുക. മാക്സിമം മോക്ക് എക്സാംസും അതിൻ്റെ അനാലിസിസും ലാസ്റ്റ് സ്റ്റേജിൽ. ഇങ്ങനെ 3 സ്റ്റേജുകളിലായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ പ്ലാൻ ചെയ്തോളുക. ഓരോരുത്തരും എടുക്കേണ്ട ടൈം ഡ്യൂറേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഒരാൾ ചിലപ്പോൾ 3 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യും, ചിലപ്പോൾ ഒരാൾക്ക് 3.5 മാസം അല്ലെങ്കിൽ 4 മാസത്തിൻ്റെ അടുത്ത് എടുത്തേക്കാം. അതെല്ലാം ഓരോരുത്തരുടെ എബിലിറ്റി, നിങ്ങളുടെ നീഡിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം ഈ 3 കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടത്. ഇനി സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിലബസ് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ചിലർ ക്ലാസ്സസ്, ഇപ്പോൾ ഏതെങ്കിലും കോഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ പെയ്ഡ് കോഴ്സ് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സസ് ഒക്കെ കണ്ട് ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കുകളും ഫ്രീ ക്ലാസ്സസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആ ബേസിക് സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന ഓൺലൈൻ കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും ബേസിക് സിലബസ് കവർ ചെയ്യാൻ. ആ സിലബസ് കവർ ചെയ്തിട്ട് വീണ്ടും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ബേസിക്സ്, പെർസെൻറ്റേജ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പെർസെൻറ്റേജ് പഠിച്ചു, അതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ടുണ്ടാക്കി അതിൻ്റെ ബേസിക്സ് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ സെൽഫായിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാതെ കണ്ട ക്ലാസ്സുകൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ച ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നൊരു മെത്തേഡാണ് നിങ്ങൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ
കണ്ട കാര്യം പഠിച്ച കാര്യം തന്നെയല്ല മാത്സിൽ ചെയ്യേണ്ടത്. ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചു, ഷോർട്ട് കട്ട് മെത്തേഡുകൾ പഠിച്ചു, ട്രിക്കുകൾ പഠിച്ചു. ഇത് പഠിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാനാണ് മാക്സിമം ടൈം നിങ്ങൾ ഇടേണ്ടത്. മാക്സിമം അത് റിവൈസ് ചെയ്യാനും മാക്സിമം അത് വർക്ക് ചെയ്യാനുമാണ്. അപ്പോൾ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മാത്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്യല്ല, നിങ്ങൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ബേസിക് സിലബസ് കവർ ചെയ്യുമ്പോൾ നോട്ട്സ് കീപ്പ് ചെയ്യുക. കൃത്യമായ നോട്ട് ബുക്കുകൾ വെച്ച് നോട്ട് ബുക്സ് യൂസ് ചെയ്ത് നോട്ടുകൾ ഉണ്ടാക്കി ഇനിഷ്യലി പോവുക. ആ നോട്ട്സിനെ ബേസ് ചെയ്ത് ആദ്യം ബേസിക്സ് ക്ലിയർ ആയിട്ട് പിന്നീട് PVQs പോകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും കൂടെ ഈ നോട്ട് ബുക്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനൊരു രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്കത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്യാനും ഫൈനലി നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ പറഞ്ഞ കാര്യം മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഓരോന്നിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ എടുക്കേണ്ട കാര്യമാണ് ഞാനിവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, നിങ്ങൾ ബേസിക്സ് കവർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം ബേസിക്സ് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ സിലബസ് കവർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാത്സിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും ജി കെയുടെ ആയാലും സിലബസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഹിസ്റ്ററിയിലെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പോസിബിൾ അല്ല. പക്ഷേ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ടോപ്പിക്കുകളുണ്ട്, അതിൽ നിന്നുള്ള മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോട്ട് ചെയ്യുക. അങ്ങനെ GK സിലബസ് കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ അതിൻ്റെ കണ്ടന്റുകൾ ടോപ്പിക് വൈസ് ഓരോന്നും ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഓരോ വർഷവും സംഭവിച്ചത് കഥ പോലെ പഠിച്ചെടുത്ത് അങ്ങനെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ പഠിച്ചാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് അതിനുള്ള സമയം കൂടി വേണം എന്ന് ആലോചിക്കണം. അപ്പോൾ സിലബസ് കവർ ചെയ്യുക എന്നാണ്. GK ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്യുക എന്നൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെയ്യുക. അതായത് മാത്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ആക്കണം. നിങ്ങൾ ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ആക്കുക എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ, പെർസെൻറ്റേജ്, റേഷ്യോ, ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ എടുക്കുക. കൃത്യം നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫാക്കൽറ്റിയുടെ ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ CGLൻ്റെ കോഴ്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അദ്വൈത് സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. സാറിൻ്റെ ക്ലാസ്സസ് മാത്രം ഫോളോ ചെയ്യുക. മൾട്ടിപ്പിൾ ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ആര് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളെ, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ ഫോളോ ചെയ്യുക. ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഫോളോ ചെയ്യുക, അയാളുടെ മെത്തേഡുകൾ പഠിക്കുക. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് പഠിക്കുക, എന്നിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾ എങ്ങും എത്താതെ പോകും ഫൈനലി. അപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ പെർസെൻറ്റേജിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യാം. അതെല്ലാം ഓർഡറിൽ നിങ്ങൾക്ക് 6 or 7 ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഫണ്ടമെൻറ്റൽസ് എല്ലാം പഠിപ്പിച്ച ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക. പ്രോപ്പർലി നിങ്ങൾ അതിന് ബുക്ക് വെക്കുക. പെർസെൻറ്റേജിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി, പെർസെൻറ്റേജ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് റേഷ്യോ പഠിച്ചു. ഓരോ ക്ലാസ്സസിൻ്റെയും പ്രോപ്പർ നോട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി ആദ്യം പോവുക. അതിനുശേഷം ഓരോ ടോപ്പിക്കിനും ഇപ്പോൾ പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സ് നിങ്ങൾക്ക് ഒരുപാട് റെഡിലി അവൈലബിൾ ആണ്. നമ്മൾ തരുന്ന മെറ്റീരിയൽസിനകത്തെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് റെഡിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് PVQസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കുകൾ നിങ്ങൾ വാങ്ങി മാക്സിമം ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ PVQs മാക്സിമം ചെയ്യുക. ഇതാണ് നിങ്ങൾ എല്ലാ സബ്ജക്ട്സും ചെയ്യേണ്ടത്. മാത്സിന് ചെയ്യണം, റീസണിങ്ങിന് ചെയ്യണം, അതുപോലെ GK ചെയ്യുമ്പോൾ ചെയ്യണം, ഇംഗ്ലീഷിന് ചെയ്യണം. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യണം. ഡെയിലി ഒരു 25 വേർഡ്സ് അല്ല ഓരോന്ന്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ സിനോണിംസ്, 25 സിനോണിംസ്, 25 ആൻറ്റോണിംസ്, ഇഡിയംസ്, ഫ്രേസസ്, അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം ഒരു 25 വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ സിനോണിംസും ആൻറ്റോണിംസും കൂടെ ഒരുമിച്ച് പഠിക്കണം നിർബന്ധമില്ല. ഓപ്പോസിറ്റുകളാണല്ലോ. സിനോണിം അല്ലെങ്കിൽ വേർഡ് മീനിങ് പഠിച്ചാൽ 25 പകരം ചിലപ്പോൾ നിങ്ങൾക്ക് 50 വേർഡ് മീനിങ്സ് ഒരു ദിവസം പഠിക്കാൻ പറ്റും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഇഡിയംസും ഒരു ദിവസം ഒരു 100 വെച്ച് നിങ്ങൾ വൊക്കാബുലറി ഡെയിലി കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. 100 വേർഡ്സ് അത് ബുക്കിൽ നോട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വേണം പോകാൻ വൊക്കാബുലറി. അങ്ങനെ ഡെയിലി വൊക്കാബുലറി ഇത്രയും നമ്പേഴ്സ് പോയാൽ നിങ്ങൾക്ക് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി വളരെ സ്ട്രോങ് ആയിരിക്കും. അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം പോരാ, ഡെയിലി വായിക്കുകയും ഒരു 10 ദിവസം കഴിയുമ്പം ഈ വായിച്ച വാക്കുകൾ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും വീണ്ടും വായിക്കുകയും ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ കയ്യിലിരിക്കുള്ളൂ. അതുകൊണ്ട് വൊക്കാബുലറി നിങ്ങൾ ഇതിന് പാരലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ 8 മുതൽ 10 മണിക്കൂർ നിങ്ങളുടെ സ്പെൻഡ് ആവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരു ദിവസം നിങ്ങൾ ഒരു സബ്ജക്റ്റ് കൊണ്ട് മാത്രം ഇരിക്കരുത്, 2 or 3 അല്ലെങ്കിൽ 4 സബ്ജക്ട്സിലേക്ക് വരാൻ പറ്റുമെങ്കിൽ 4 സബ്ജക്റ്റിലൂടെയും നിങ്ങൾ ദിവസം കടന്നു പോകണം. അങ്ങനെ ഒരു ഡെയിലി റൊട്ടീനും നിങ്ങളുടെ ഒരു സ്റ്റഡി
പ്ലാനും നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡെയിലി റൊട്ടീൻ തയ്യാറാക്കാനും അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനും. ഇത്ര മണിക്കൂർ, ഇപ്പോൾ 2 മണിക്കൂർ ഒരു ദിവസം ഞാൻ മാത്സിന് വേണ്ടി ഇനിഷ്യലി സ്പെൻഡ് ചെയ്യുന്നു. റീസണിങ്ങിന് ഞാൻ 1 മണിക്കൂറേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ GKക്ക് ഞാൻ അവിടെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് വന്നപ്പം ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറിക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രാമറിന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ദിവസവും വെക്കുക. അതുപോലെ ഗ്രാമർ നിങ്ങൾ ഇനിഷ്യൽ സമയങ്ങളിൽ തന്നെ നിങ്ങളുടെ ഗ്രാമേഴ്സൊക്കെ ക്ലിയർ ആയി തന്നെ പോകുന്നത് നല്ലതായിരിക്കും. കാരണം പിന്നീട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, റെസ്പോണ്ടിങ് പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ബേസിക് ഗ്രാമർ നമുക്ക് അർജൻ്റ് ആണ്, വളരെ നന്നായിട്ട് അറിയേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനൊരു ബേസിക് ഡെയിലി റൊട്ടീനും നിങ്ങളുടെ സ്റ്റഡി പ്ലാനും നിങ്ങൾ തന്നെ തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ നോട്ട്സിനെ ബേസ് ചെയ്ത് മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. GK ആയാലും മാത്സിൻ്റെ പ്രോബ്ലംസ് ആയാലും ഇതെല്ലാം ഒരു പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇന്ന് പഠിച്ചു, മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ GK ആയിക്കോട്ടെ, ഇന്ന് പഠിച്ചത് നിങ്ങളൊരു 20 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് കഴിഞ്ഞ് ആ ടോപ്പിക്കിലൂടെ വീണ്ടും റിവൈസ് ചെയ്തും കൂടെ പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എക്സാം സമയത്ത് നമ്മൾ റിവൈസ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഇതാണോ അതാണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രമിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കുകൾ എടുക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങി, വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി, ഇടയ്ക്ക് ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കാം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ വളരെ ഹെക്റ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങാൻ തോന്നുമ്പോൾ ഒരു 2 ദിവസം ഒന്ന് റിലാക്സ് ചെയ്തു. അതായത് റിലാക്സ് ചെയ്യുക വെച്ചാൽ കംപ്ലീറ്റ്ലി വിട്ട് കളയാന്നല്ല, ഹവേഴ്സ് വേണമെങ്കിൽ കുറച്ചോ, പക്ഷെ പഠിക്കാതിരിക്കരുത്, ബ്രേക്ക് എടുക്കരുത്, മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോകരുത്. ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഈ ഇനേർഷ്യയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ നിന്ന് ബ്രേക്ക് എടുക്കരുത് ഒരിക്കലും. മാക്സിമം നിങ്ങൾ ഒരു ബ്രേക്കിലേക്കും പോകാനായിട്ട് ചിന്തിക്കരുത്. പക്ഷേ നിങ്ങളുടെ വർക്ക് വേണമെങ്കിൽ ഒരു 2 ദിവസം, ഇപ്പം സാറ്റർഡേ സൺഡേ 5 ദിവസം ഇത്ര മണിക്കൂർ പഠിച്ചു, സാറ്റർഡേ സൺഡേ വന്നപ്പോൾ ഞാൻ ഹവേഴ്സ് ഇച്ചിരി കുറച്ചു, 1 മണിക്കൂർ ഞാൻ മറ്റു ചില ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു പ്ലാൻ മാത്രമേ നിങ്ങൾ മാക്സിമം എടുക്കാവൂ. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർ ആ പരീക്ഷ ക്ലിയർ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഇനിയും ഒരു ബേസ് ഇല്ല, നിങ്ങൾക്ക് പഠിക്കണം എന്ന് വളരെ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SSC CGL നമ്മുടെ ലൈവ് കോഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ദിശ ലേണിംഗ് ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കോഴ്സിൽ ഫ്രീ ക്ലാസ്സസ് കണ്ടു നോക്കുക. അദ്വൈത് സാറാണ് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് എടുക്കുന്നത്. റീസണിങ്ങും GKയുമായിട്ട് മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു പോകും. ഈ ഗൈഡൻസും ക്ലാസ്സും കൂടാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2025 തന്നെ CGL എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയി പോയെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയങ്ങൾ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CGL പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്